എന്നും രാവിലെ എണീറ്റത് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഇന്നും നോക്കിയപ്പോൾ കാണാം കുറേ കോവയ്ക്ക പഴുത്ത് നിൽക്കുന്നത്. അത് നമുക്ക് എന്തായാലും പറിച്ച് മാറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ. എങ്കിൽ പിന്നെ ഇന്നത്തെ തുടക്കം ഇത് തന്നെ ആയിക്കോട്ടെ എന്നങ്ങ് വിചാരിച്ചു. പഴുത്തതും വിളഞ്ഞതുമായ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു. അതെല്ലാം പറിച്ചെടുത്ത് നമുക്ക് സഹായിയായിട്ട് ഇന്നും നമശിക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അവനില്ലാത്ത ഒരു കാര്യവും എനിക്കില്ല. കുറച്ചൊക്കെ കഴിയുമ്പോൾ സ്കൂളും കൂട്ടുകാരും ഒക്കെ ആകുമ്പോൾ അവരവരുടേതായ രീതിയിൽ പോവുമല്ലോ. ഇപ്പം നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ലോകം അവരുടെ ലോകം നമ്മളും, നമ്മുടെ ലോകം അവരും തന്നെയാണ്. അങ്ങനെ കുറച്ച് തക്കാളിക്ക ഉണ്ടായിരുന്നു. അത് തക്കാളി വാടിയിട്ടുണ്ടായിരുന്നെങ്കിലും കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചീര ഉണ്ടായിരുന്നു, അതും പറിച്ച്. കുറച്ച് ചെറിയ വഴുതനങ്ങ, അത് വലുതായി കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് മുറ്റിപ്പോവും, കഴിക്കും. അപ്പോൾ വഴുതനങ്ങയും പറിച്ച്, വെണ്ടയ്ക്കയും പറിച്ച്. പിന്നെ നോക്കിയപ്പോൾ കാണാം, ഞാൻ എന്നും വിചാരിക്കും ഈ മത്തൻ്റെ പൂവ് പിച്ചണമെന്ന്. പക്ഷേ എന്നും ഓരോന്നൊക്കെ കാണത്തുള്ളൂ. അപ്പം നമ്മൾ വെറുതെ വിടും. അപ്പോൾ എന്തായാലും ഇന്ന് ഒന്നുണ്ടായിരുന്നു, അതങ്ങ് എടുത്ത്. അതിന് ശേഷം കുറച്ച് വിളഞ്ഞ് നിൽക്കുന്ന പയറുണ്ടായിരുന്നു, അതും പൊട്ടിച്ചെടുത്തു. അപ്പം നമുക്കിന്ന് കറിക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇനിയത്തെ ടാസ്ക് എന്ന് പറയുന്നത്, നമ്മുടെ സഹായി ഒരു കച്ചവടക്കാരനാണ്. വണ്ടിക്കകത്ത് എല്ലാ പച്ചക്കറിയും പറ്റുന്നിടത്തോളം വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടേ നമുക്കിത് തരത്തുള്ളൂ. അവൻ്റെ ഒരു രസമാണ്, ഒരു കളിയാണ്. അപ്പോൾ അവൻ അതും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.